കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ കണ്ടാലോ? വലുതായിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു മാത്രം. ടീനയും ടെസിയും 2 സിസ്റ്റേഴ്സ് ആട്ടോ. അവരാണ് എനിക്ക് മേക്ക് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രൈഡൽ ലുക്കാട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ ലെങ്തി വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയായിരുന്നു. നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലൊരു കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലൗസ് കുറച്ച് ലൂസായിരുന്നു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ്. പിന്നെ അത് സ്റ്റിച്ച് ചെയ്തിടാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ചെറിയൊരു ലൂസ് ബ്ലൗസിനുള്ളത്. ഇത്രയും നന്നായിട്ട് ഫുൾ ഒരു കുറ്റവും കുറവും ഇല്ലാണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ടാണോ ആ ബ്ലൗസിൻ്റെ കാര്യം എടുത്തിടുന്നത്? കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ ആ ബ്ലൗസിൻ്റെ കാര്യം അറിയാവോ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി മേക്കപ്പിൽ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും പറയാനായിട്ടുണ്ടോ? ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം താമസിക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടീനയുടെയും ടെസിയുടെയും ഈ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. നല്ലൊരു കിഡ്ലം ബ്രൈഡൽ ലുക്കായിരുന്നു. പിന്നെ സാരി എവിടെ നിന്നാന്ന് ചോദിക്കൂ. സാരി നമ്മുടെ വസ്ത്രയുടെയാണ്. നിങ്ങൾക്ക് ഈ സാരി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ല, ബ്രൈഡൽ ലുക്കിൽ തിളങ്ങി നിൽക്കുകയാണ് ആ സാരിയിൽ. ഞാൻ വലിയ വിലയൊന്നുമില്ല, 1000 സംതിങ് മാത്രമാണ് ഈ സാരിയുടെ വില. നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ കുറച്ചൊന്ന് തിളങ്ങി നിൽക്കണമെങ്കിൽ ഈ ഒരു സാരി കിടിലം ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു കിടിലം മേക്ക് ഓവറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടീനയും ടെസിയെയും കോൺടാക്ട് ചെയ്തോളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് മേക്കപ്പ് ചെയ്തത്. പക്ഷേ ഭയങ്കര എലഗൻ ലുക്കായിരുന്നു. ബ്രൈഡൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, പക്ഷെ കണ്ടാൽ ഭയങ്കര എലഗൻ്റായിട്ട് തോന്നും. പക്ഷെ സിമ്പിളായിരുന്നു. ഫേസിലെ മേക്കപ്പ് ഉണ്ടോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുറച്ച് ക്ലിപ്സ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിലിട്ടിട്ടുള്ളത്. ഫുൾ ഒരു വീഡിയോ, നല്ലൊരു വീഡിയോ, ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ പുറകെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായോ? ഇത് മൂന്നാമൂട് കേട്ടോ. മൂന്നാമൂട് ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ടെമ്പിളിനടുത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുളിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു മുന്നേ, കോവിഡിന് മുന്നേ. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 5 o'clock ഒക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയാൽ ഒരുപാട് ലേറ്റായി, ഭയങ്കര ക്രൗഡൊക്കെ ആയിരിക്കും, നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടത്തില്ല കേട്ടോ. സോ ഞാൻ പറഞ്ഞു മൂന്നാമൂടി ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്, ഒന്ന് പോയി നോക്കാവോ എന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു. പുള്ളി പോയി നോക്കിയപ്പോൾ ഇഷ്ടമായി. ഇനി ഫോട്ടോഗ്രാഫർ ആരാന്ന് പറയണ്ടേ? ടീനയുടെയും ടെസിയുടെയും ബ്രദറാണ്. പുള്ളി നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെയാണ്. പുള്ളി ഇവിടെയല്ല, ഖത്തറിൽ എവിടെയോ കേട്ടോ, ഇവിടെ അല്ല, അബ്രോഡാണ്. അപ്പോൾ പുള്ളിയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും ഫൈനൽ ഔട്ട്ലുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മഴയും കൂടി വന്നു. എന്തായാലും മഴ അതുവരെ നമ്മളെ കാത്ത് കേട്ടോ, രക്ഷപ്പെട്ടു.